ഹാർഡ് വർക്കും ഇതെല്ലാം കൂടെ ഉള്ളൂ. എനിക്ക് ടൊവിനോനെ ഭയങ്കര ഇഷ്ടമാണ്. ടൊവിനോ അതെന്ന് വെച്ചാൽ ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാണ്ട് ഹാർഡ് വർക്ക് ചെയ്ത് വന്നാണ്. പിന്നെ ഒരു ദിവസം ഇവിടെ ഒരു സംഭവം ഉണ്ടായി. ഇവിടെ കുറച്ച് 3-4 സിനിമാക്കാർ, എനിക്ക് മുകളിൽ നിന്ന് ഞാൻ നോക്കിയപ്പോൾ പരിചയമുള്ളൊരു സിനിമാക്കാരനുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവരിങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ വലിച്ചു നിൽക്കുക. അപ്പം നമ്മുടെ ഇവിടെ തന്നെ താമസിക്കുന്ന ഒരാൾ, പുള്ളിക്ക് സിനിമയായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. പുള്ളി അവരെടുത്ത് വിളിച്ച് അവരെന്തോ വിളിച്ചു വെച്ചു, ടൊവിനോ എവിടെ താമസിക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ അവിടെ എന്ന് പറഞ്ഞു, ടൊവിനോ തോമസ് താമസിക്കണം അവിടെ എന്ന് പറഞ്ഞ് ഞാൻ ഇത് ടൊവിനോൻ്റെ വീടാന്ന് പറഞ്ഞ് പുള്ളി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. സിനിമ എന്താണെന്നറിയില്ല. ടിനി ടോമും ടൊവിനോ തോമസ് രണ്ടും ടീ ഉണ്ടല്ലോ. അപ്പം അവർ വരികയും ചെയ്തു. അപ്പോൾ അവരിങ്ങനെ വിളിച്ച് നിൽക്കണം. അപ്പോൾ ഇയാൾ പറഞ്ഞ് ടൊവിനോൻ്റെ വീട് ഇതാണ്. ഞാൻ പറഞ്ഞു ഇവിടെയല്ല. എന്തായാലും വാ, നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ലെങ്കിൽ ഞാൻ ഒരു ചായ തരാമെന്ന് പറഞ്ഞു. കയറ്റിയിരുത്തി ഞാൻ അവിടെ നിന്ന് ടൊവിനോനെ വിളിച്ച് സംസാരിപ്പിച്ച് ഒരു എന്തായാലും ചിലപ്പോൾ അവർക്കൊരു ഡേറ്റ് കിട്ടിയിട്ടുണ്ടാവും. എവിടെ നിന്ന് വടകരയെന്നൊക്കെയാണ് ഒരുത്തന്നെ വിളിച്ചുകൊണ്ട് വന്നേക്കണം ടൊവിനോൻ്റെ വീടാണെന്ന് പറഞ്ഞ ഇയാൾ. അപ്പോൾ ചിലപ്പോൾ എനിക്ക് ആ സിനിമയിൽ എനിക്ക് ചാൻസ് കിട്ടും അതിൻ്റെ പേരിൽ. ഇങ്ങനെയൊക്കെയാണ് ഒരു ചാൻസ് ഒപ്പിക്കണത്. തെറ്റിദ്ധരിച്ച് വന്നാണ് ഇവിടെ. ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള എനിക്കങ്ങനെ കംഫർട്ടബിൾ തോന്നാണ്ടിരുന്നിട്ടൊന്നുമില്ല. പക്ഷെ ലാലേട്ടൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഒരു കൂട്ടുകാരൻ്റെ കൂടെ നിൽക്കുന്ന പോലെ. കാരണം അതിന് ലാലേട്ടൻ ഒന്നാമത് ഭയങ്കര ക്ലോസ് ആണ്. നമുക്ക് അങ്ങനെയല്ല, എൻ്റെ ചേട്ടൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ എല്ലാത്തിനും നമുക്കൊരു പേടി ഉണ്ടാവില്ല. അത് പറയാൻ ഇത് പറയാം. പക്ഷെ ലാലേട്ടൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ ഭയങ്കര ഒരു, കാരണം ആ ഒരു ഇപ്പോൾ ഒരു വലിയ സീൻ എടുക്കാൻ പോകണമെങ്കിൽ അതിന് മുമ്പ് വരെ തമാശ പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരിക്കും. പെട്ടെന്ന് അതിലേക്ക് വരുമ്പോഴേക്കും നമുക്കൊരു കോളേജിലൊക്കെ നിന്നിട്ട് വർത്തമാനം പറയുന്ന പോലെ തോന്നാറുള്ളൂ. അത് എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുണ്ട്. നമുക്കിവിടെ കംഫർട്ടബിൾ അല്ലാന്നല്ല, പക്ഷേ അതുമായിട്ടൊരു ബഹുമാനമാണ് എനിക്ക്. അതുകൊണ്ട് ആ ഒരു എപ്പോഴും ഞാൻ ഒരു ഫ്രീഡം ദുരുപയോഗിക്കാറില്ല. അപ്പം അതേപോലെ തന്നെ ഇപ്പം നമുക്കിപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ആവുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു പെർഫോമൻസ് ഇവാലുവേഷൻ നമ്മൾ ചോദിക്കാൻ വേണ്ടിയിട്ട് ഓടിപ്പോയി ആരെങ്കിലും അടുത്ത് പോകും. നമുക്കൊരു ഗുരുസ്ഥാനത്തിൽ നമ്മൾ കാണുന്ന ഒരാളുണ്ടാവും. അപ്പോൾ അവരുടെ അടുത്ത് അവർ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ നമ്മളത് ഭയങ്കര ഹെൽത്തി ആയിട്ട് എടുക്കുന്നവർ. അങ്ങനെ ആരാണ് ടിനിച്ചേട്ടൻ ഈ ഇൻഡസ്ട്രിയിൽ ആക്ടിങ്ങിൽ ഓടിച്ചെല്ലുന്ന ഒരു? 2 പേരാണ് എനിക്കൊരു പ്രോത്സാഹനം തന്നിട്ടുള്ള. മെസ്ട്രോസ് എന്ന് പറയും, ഒന്ന് തിലകൻ ചേട്ടനാണ്. ഇന്ത്യൻ റുപ്പി നടക്കുമ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്നത് രഞ്ജിയേട്ടനാണ്, നാഷണൽ അവാർഡ് വിന്നറാണ്. ഇപ്പോഴത്തെ തിലകൻ ചേട്ടൻ ഒരു അവാർഡ് വിന്നറാണ്. പൃഥ്വിരാജ്, എസ് കുമാർ എന്ന് പറയുന്ന ക്യാമറമാൻ, എല്ലാ അവാർഡ് വിന്നേഴ്സാണ്. ഈ പുലികളുടെ ഇടയിലാണ് ഞാനൊരു ആട്ടിൻകുട്ടിയുടെ പോലെ നിൽക്കുന്നത്. തിലകൻ ചേട്ടൻ അതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തുടങ്ങുന്നുള്ളൂ, ഇന്ത്യൻ റുപ്പി തുടങ്ങാണ്. അപ്പോൾ എനിക്കൊരു പ്രധാന വേഷമാണ്, രാജുവിൻ്റെ കൂടെ തന്നെ ഉള്ളൊരു വേഷമാണ്. എൻ്റെ അടുത്ത് തിലകൻ ചേട്ടൻ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, തൻ്റെ ഉള്ളിലൊരു ഭയം കിടപ്പുണ്ട്, അതങ്ങ് എടുത്ത് കളഞ്ഞാൽ താൻ നല്ലൊരു ആക്ടറായി മാറും, നല്ലൊരു ആക്ടറാകും എന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളി. അങ്ങനെ ഞാൻ പുള്ളിയുടെ ഒപ്പം തന്നെ ഒരു 40-45 ദിവസം കൂടി ഉണ്ടായിരുന്നു. പുള്ളി വളരെ പുള്ളിയെ പഠിച്ചിടത്തോളം അത്രക്കൊരു സ്മാർക്ക് ഉണ്ടെങ്കിലേ പുള്ളി വന്ന് പറയുള്ളൂ. പുള്ളി നമുക്ക് അങ്ങനെ ഒരു പ്രോത്സാഹനം തന്നു, താൻ സിനിമയിലുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു വലിയൊരു ആപ്രിസിയേഷനാണ്. പിന്നെ കുട്ടേട്ടൻ, അതായത് വിജയരാഘവൻ, ജോണി എസ് അപ്പ എന്ന് പറഞ്ഞ പടം നടക്കുമ്പോൾ പുള്ളിയുടെ മകനായിട്ട് ഞാൻ അഭിനയിക്കും. എനിക്ക് നിൽക്കേണ്ട, അതായത് നാടകം അറിയാമല്ലോ, 2 നാടകത്തിൻ്റെ ആൾക്കാരാണല്ലോ, നിൽക്കേണ്ട ഒരു പൊസിഷൻ അത് ഇത്രയും നാൾ എനിക്ക് അറിയില്ലായിരുന്നു. ആ ഒരു സാധനം